മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിനെത്രയും സ്നേഹമുള്ളവർ, ഞങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാതവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ആദ്യമേ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മ ഈശോയെ സ്വീകരിച്ചതുപോലെ, വചനം സ്വീകരിച്ചതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാം. അതിന് ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുടെയും സോഴ്സായ, ഉറവിടമായ പരിശുദ്ധാത്മാവിനോടുകൂടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞു തന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വചനം കൂടുതൽ അറിയാനും അതനുസരിച്ച് ജീവിക്കാനും സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകം നിയോഗം വെക്കാനുള്ളത്, കർത്താവ് നല്ല ഇടയനാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ കർത്താവിൻ്റെ ആ നേതൃത്വം ആവശ്യം, കർത്താവ് ഇടയനായിട്ട് മുൻപിൽ നിൽക്കേണ്ട ആവശ്യമെന്ന് തോന്നുന്നവർ എല്ലാവർക്കും ആവശ്യമാണ്. എങ്കിൽ പ്രത്യേകിച്ചും കൂടുതൽ കർത്താവിൻ്റെ ആ ഒരു ലീഡർഷിപ്പിൽ പുറകെ നടക്കാനുള്ള കൃപ കൂടുതലായിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വചനം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവരും ഈശോ നമ്മളെ സഹായിക്കട്ടെ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമുള്ളവർ, നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാവിഷ്യത യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. വചനം ഇങ്ങനെയാണ്: മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നല്ല ഇടയൻ, അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫോണിൽ ഇങ്ങനെ ഈശോയുടെ ചില ചിത്രങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വളരെ ആകർഷകമായിട്ടുള്ള ഒരു ചിത്രം കണ്ടായിരുന്നു. ആ ചിത്രം കണ്ടപ്പോഴാണ് വചനം തിരക്കി
ഈ പോയത് നല്ലൊരു ഇടയൻ്റെ ചിത്രം. ചിത്രം ഇങ്ങനെയാണ്. യേശുനാഥൻ വളരെ ഒരു യോദ്ധാവിനെ പോലെ ഇങ്ങനെ ഒരു നിൽക്കുന്നൊരു ചിത്രം. അതിൻ്റെ ഒരു ചിത്രം വളരെ രസമാണ്. കാരണം യേശു ഒരു ഒരു കുഞ്ഞാടിനെ പിടിച്ചിങ്ങനെ തൻ്റെ ഇടതേ കൈകൊണ്ട് കുഞ്ഞാടിനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഒത്തിരി മുന്നോട്ട് ചാഞ്ഞാണ് ഈശോ നിൽക്കുക. ഒത്തിരി കുമ്പിട്ട് കുഞ്ഞാടിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അതിൻ്റെ പിറകിൽ, അതായത് യേശുവിൻ്റെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോഴേക്കും പിറകിൽ മുതുകിൻ്റെ ഭാഗത്തിൽ മൂന്ന് ചെന്നായ്ക്കൾ യേശുവിനെ കടന്ന് ഈ കുഞ്ഞാടിനെ പിടിക്കാൻ വന്നിരിക്കുന്നതാണ് സീൻ, ഒറ്റ ഇമേജ്. അപ്പോഴേക്കും ഇടത്തെ കൈ കൊണ്ട് യേശുനാഥൻ ഈ കുഞ്ഞാടിനെ ഇങ്ങനെ നെഞ്ചോട് പിടിച്ച് വലതേ കൈ പുറകോട്ടാക്കിയിട്ട് ഈ ചെന്നായ്ക്കളെ തടയുന്നു. വളരെ രസകരമായിട്ട് തോന്നി. അതുമാത്രമല്ല പ്രത്യേകത, ഈശോയുടെ കയ്യിലൊക്കെ മുറിവാണ്, നിറയെ മുറിവ്, മുഖത്ത് മുറിവ്, കാലുമേലൊക്കെ മുറിവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിന് വായിച്ചെടുക്കേണ്ടത് തൻ്റെ നല്ല ഇടയനായ യേശുനാഥൻ്റെ കുഞ്ഞാടിനെ സംരക്ഷിക്കുകയാണ് ചെന്നായ്ക്കളിൽ നിന്ന് മുറിവുകളേറ്റ് നിൽക്കുന്ന ഇടയൻ. വളരെ വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു ചിത്രമായിരുന്നത്. ഈശോ മുറിവേറ്റ് നിൽക്കുന്ന നല്ല ഇടയൻ. നമ്മളിപ്പോൾ വചനം വായിച്ചതുപോലെ അവൻ കൂലിക്കാരനായ ഇടയനല്ല, സ്വന്തമായിട്ട് ആടുകളുള്ള നല്ല ഇടയൻ. അപ്പം വളരെ ചിത്രം ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ കൈ പുറകോട്ട് ചെന്നായ്ക്കളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുമ്പോഴേക്കും ചെന്നായ്ക്കളുടെ നഖത്തിൻ്റെ വരയൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ കയ്യിൽ കാണുകയും അതിൽ നിന്ന് രക്തം ഇങ്ങനെ ചിതറുകയും മുഖത്തൊക്കെ നിറച്ച് രക്തം, യേശുവിൻ്റെ നല്ല ഇടയൻ. ആ ചിത്രം കണ്ടപ്പോഴേക്കും അത് അപ്പം തന്നെ എടുത്ത് ഞാൻ വെച്ചു, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. അതുപോലുള്ളൊരു ഇമേജ് നമുക്ക് ആ ചിത്രകാരൻ്റെ ക്രിയേറ്റിവിറ്റി വളരെ വലുതായിരുന്നു. ഈശോ നല്ല ഇടയനാണ്. ഇവിടെ നമ്മൾ വചനം വായിക്കുമ്പോഴേക്കും ഈ പറയുന്ന 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വളരെ ശക്തമാണ്. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. വളരെ രസകരമായിട്ടുള്ള നല്ല ഇടയൻ നൽകുന്ന 3 കാഴ്ചപ്പാടുകളാണ് പ്രിയമുള്ളവരെ. ആ നല്ല ഇടയൻ നിത്യജീവൻ നൽകും. നല്ല ഇടയൻ നശിപ്പിച്ച് കളയുക, തൻ്റെ ആടുകളെ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുകയില്ല. 3-ാമത്തേത് രക്ഷയിലേക്ക് നല്ല ഇടയൻ നമ്മളെ നയിക്കും. അപ്പം 3 കാര്യങ്ങളാണ് നല്ല ഇടയൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഒന്നാമത്തേത് നിത്യജീവൻ നൽകും, 2-ാമത് നശിപ്പിച്ച് കളയുകയില്ല, 3-ാമത്തേത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കും. അപ്പം നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോഴേക്കും നമ്മുടെ ഒരു മുഖമുദ്രയായിട്ട്, ഒരു ആപ്തവാക്യമായിട്ട് നമ്മൾ എടുക്കണം, കർത്താവാണ് എൻ്റെ നല്ല ഇടയൻ. അവൻ കൂലിക്ക് നിൽക്കുന്ന ഇടയനല്ല, അവൻ ആടുകൾ സ്വന്തമായിട്ടുള്ള ചെന്നായ്ക്കളിൽ നിന്നും തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്ന നല്ല ഇടയനാണ്. പോരാഞ്ഞിട്ട് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലും കാണുന്ന നല്ല ഇടയൻ്റെ ചിത്രം കാണുന്നുണ്ട്. അവൻ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് ആടുകളെ നോക്കും. നല്ല ഇടയന്മാർ അങ്ങനെയാണെന്നാണ് പറയുക. ഒരു 2 പേരുണ്ടെങ്കിൽ ഒരാൾ കിടന്നുറങ്ങും, ഒരാൾ ഉണർന്നിരിക്കും. എന്തിനു വേണ്ടി? ആടുകൾ മറ്റു ജീവികൾ വന്ന് ആടുകളെ പിടിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരിടയൻ ഉറങ്ങാതെ അവിടെ കാവലിരിക്കും. നല്ല ഇടയൻ്റെ വലിയൊരു ചിത്രം. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം 23 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ ഇടയൻ. നമ്മൾ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുക, വചനം നിങ്ങളെ രക്ഷിക്കും. ആരും നിങ്ങളോട് ഒപ്പമില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം നിങ്ങളെ രക്ഷിക്കും.
കർത്താവ് തമ്പുരാൻ നല്ല സങ്കീർത്തനം 23 വളരെ അറിയപ്പെടുന്നൊരു സങ്കീർത്തനമാണ് 23. കർത്താവ് എൻ്റെ ഇടയൻ. അത് പഴയ നിയമമാണെന്ന് ഓർക്കണം കേട്ടോ നിങ്ങൾ, പുതിയ നിയമമല്ല. അപ്പോൾ പഴയ നിയമത്തിലും ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, ഞാനാണ് നല്ല ഇടയൻ, ആടുകളെ നോക്കുന്ന നല്ല ഇടയൻ. നമ്മൾ വളരെ രസകരമല്ലേ 23 സങ്കീർത്തനം നമ്മൾ കുർബാന മധ്യേയൊക്കെ പാടുന്നില്ലേ? കർത്താവാണൻ നല്ല ഇടയൻ, ആകയാൽ കുറവില്ല എനിക്ക് ഒന്നിനും, പച്ചയായ പുൽമേച്ചിലിൽ എന്നെ സാമോദം നയിക്കുന്ന നാഥൻ. വളരെ രസകരമായിട്ടുള്ള വരികളാണ്. പച്ചയായ പുൽമേച്ചിലേക്ക് എന്നെ സാമോദം നയിക്കുന്ന നാഥൻ, കർത്താവാണൻ നല്ല ഇടയൻ, ആകയാൽ കുറവില്ല എനിക്ക് ഒന്നിനും. എൻ്റെ പ്രിയ വളരെ നമുക്ക് ആസ്വദിച്ച് പാടാൻ പറ്റും. എനിക്ക് പാട്ട് പാടാൻ വലിയ തിടുക്കമില്ല, അല്ലെങ്കിൽ ഞാൻ ആ വരികൾ പാടിപ്പോയാനെ. കാരണം അത്ര രസകരമാണ് ആ വരികൾ. കർത്താവാണ് നല്ല ഇടയൻ, ആകയാൽ കുറവില്ല എനിക്കൊന്നിനും, പച്ചയായ പുൽമേച്ചിലേക്ക് എന്നെ സാമോദം നയിക്കുന്നതാണ്. വളരെ രസകരമാണ്. അപ്പം എൻ്റെ പ്രിയമുള്ളവർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കുക, കർത്താവാണ് നിങ്ങളുടെ ഇടയൻ, കർത്താവാണ് നിങ്ങളുടെ നേതാവ്. അവൻ നമ്മളെ നശിച്ചു പോകാൻ സമ്മതിക്കില്ല. നിങ്ങൾ കർത്താവാകുന്ന ഇടയൻ്റെ പിറകെ നിങ്ങൾ യാത്ര ചെയ്യുക. വചനം പറയുന്നുണ്ട്, ചില ആടുകൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അവർ നല്ല എന്തെങ്കിലും മേച്ചിൽപ്പുറങ്ങൾ കാണുമ്പോഴേക്കും ആടുകൾ ഇങ്ങനെ വളരെ ഇങ്ങനെ അതിങ്ങ് വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. വചനത്തിൽ കാണുന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിലെ ചരിത്രങ്ങൾ നോക്കുമ്പോഴേക്കും 1, 2, 3 ഇടയന്മാരുണ്ടാവും. ഒരിടയൻ മുൻപിലും ഒരിടയൻ പിറകിലും ഉണ്ടാകും. അതുങ്ങൾ സൈഡ് തിരിഞ്ഞ് വഴിതിരിഞ്ഞ് കൂട്ടം പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നല്ല ഇടയൻ, നല്ല ഇടയനായ യേശു. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നല്ല ഇടയനായ യേശുവിൻ്റെ പിറകെ യാത്ര ചെയ്യുന്ന നല്ല ആടുകളാണ്, ഇസ്രായേൽ മക്കളാണ്. നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ദൈവത്തിൻ്റെതല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് വഴിതെറ്റിച്ച് നടത്താനായിട്ട് പല പിശാചിൻ്റെ പ്രവർത്തനങ്ങളും പ്രലോഭകന്മാരും വസ്തുക്കളും വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. എന്തിനാണ്? നമ്മളെ വീഴ്ത്താൻ വേണ്ടി, നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി. അതുകൊണ്ട് കർത്താവ് കൂടെയുണ്ട്, നല്ല ഇടയൻ. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൈ തട്ടി മാറ്റി പലപ്പോഴും പോകാറുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിലേക്കും നമ്മുടെ താല്പര്യങ്ങളിലേക്കും. പക്ഷെ അത് വീഴ്ചയുടെ വഴിയാണെന്ന് വീണ് കഴിഞ്ഞിട്ടേ പലപ്പോഴും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണല്ലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 52 അധ്യായത്തിൻ്റെ 12 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് മുൻപിലും പിൻപിലും നിൽക്കുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും ദൈവം തമ്പുരാൻ എൻ്റെ മുൻപിലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിൻകാവൽക്കാരനുമാണ്. യെശയ്യാ 52:12. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോഴേക്കും, ഇത് ചിന്തിക്കുമ്പോഴേക്കും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഓർക്കണം, നമ്മളെല്ലാവരും കർത്താവിൻ്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ട് കടന്നു പോകുന്ന കർത്താവിൻ്റെ മക്കളാണെന്ന്. നമ്മൾ ഈ കാലത്തെ പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ, ക്രൈമുകൾ നമ്മുടെ ഇടയിൽ കൂടി വരുന്നത്? നമ്മളിത് പ്രത്യേകമായ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറി പോകുമ്പോഴാണ് നമ്മുടെ മോശമായ രീതിയിലുള്ള വാർത്തകളിൽ നമ്മൾ ഇടം പിടിക്കുന്നത്. കഴിഞ്ഞിടക്കും ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ഒരു വാർത്ത മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. മോശം വാർത്ത, വളരെ മോശം വാർത്ത. അപ്പം ഞാൻ ആ പെൺകുട്ടിയുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരായതുകൊണ്ട് ആ വാർത്ത മുഴുവനൊന്ന് വായിച്ചപ്പോഴേക്കും വളരെ സങ്കടം. എന്തുകൊണ്ടാണ് യുവതികളായ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവാക്കന്മാരുൾപ്പെടെ ഈ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് വിട്ടുമാറി തെറ്റായ പിശാചിൻ്റെ കീഴിൽ യാത്ര ചെയ്ത്
തെറ്റിൽ പെട്ടുപോയി പത്രങ്ങളിലും മാധ്യമങ്ങളിലും നമ്മുടെ ഫോട്ടോകളും പേരുകളും ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴേക്കും അതൊരു സങ്കടം തന്നെയാണ്, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് കർത്താവാണ് എൻ്റെ നല്ല ഇടയൻ, ആകയാൽ കുറവില്ല എനിക്കൊന്നിനും, പച്ചയായ പുൽമേച്ചിലേക്ക് എന്നെ സാമോദം നയിക്കുന്നു നാഥൻ. സുന്ദരമായ വരികളാണ്. ആ ചിത്രവും നമ്മളെ ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് പോകാതിരിക്കട്ടെ. ഇടത് കൈകൊണ്ട് തൻ്റെ കുഞ്ഞാടിനെ പിടിച്ച് വലത് കൈകൊണ്ട് ചെന്നായ്ക്കളെ തടഞ്ഞു നിർത്തുന്ന, മുറിവേക്കുന്ന ക്രിസ്തുവിൻ്റെ ആ ഒരു രൂപം, ആ രൂപം നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നല്ല ഇടയനായി നമ്മളെല്ലാവരെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഈ കുഞ്ഞാടെന്ന് പറയുന്നത് ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ പിടിയിൽ നിന്ന് നമ്മൾ കുതറി ഓടാതിരിക്കാൻ പരിശ്രമിക്കുക. കർത്താവ് വലത്തെ കൈ കൊണ്ട് തടഞ്ഞു നിർത്തുന്നുണ്ട് അവരെയൊക്കെ, നമ്മളെ നെഞ്ചോട് ചേർത്തിട്ട്. ആ വലിയൊരു സംരക്ഷണത്തിൻ്റെ കരത്തിൽ നിന്ന് നമ്മൾ എന്തിന് ദൂരെ മാറി ഓടണം പ്രിയമുള്ളവർ? ഈശോ നമ്മളെല്ലാവരെയും പ്രത്യേകമായിട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷത്തിൽ. വളരെ പ്രത്യേകിച്ച് ത്രിയേക ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണത്തിന് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധമ്മ, വിശുദ്ധി ഔസ്യപിതാവ്, എല്ലാ സകല വിശുദ്ധന്മാരോടും സ്വർഗനിവാസികളോടും നമ്മുടെ പേരിലുള്ള വിശുദ്ധൻ, വിശുദ്ധ നമ്മുടെ ഇടവകയുടെ നാമത്തുള്ള വിശുദ്ധൻ, വിശുദ്ധ മാലാഖമാര്, കെരൂബുകൾ, സെറാഫിം, എല്ലാം സ്വർഗീയ വ്യൂഹങ്ങളുള്ള എല്ലാവർക്കും ഒന്നുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവാണ് ഞങ്ങളുടെ നല്ല ഇടയൻ. അവൻ ഇടത് കൈകൊണ്ട് ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് ചെന്നായ്ക്കളെ എതിരെ നിൽക്കുന്ന, തടഞ്ഞു നിർത്തുന്ന യേശു തമ്പുരാൻ. ഈശോയെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ മക്കളും എല്ലാവരും ഈശോയുടെ ആ കരത്തിൻ്റെ കീഴിലേക്ക് വരാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുരുളയണമേ. ആമേൻ. Blood of Jesus, anointing, power. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ, അങ്ങേക്കാരാധന. ആയിരം ആരാധന, അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ.
രോഗം മാറ്റും ശാപം നീക്കും സൗഖ്യം പകരും തിരുരക്തം രോഗം മാറ്റും ശാപം നീക്കും സൗഖ്യം പകരും തിരുരക്തം കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം എന്നിൽ അത്ഭുതം തീർക്കും രക്തം കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം എന്നിൽ അത്ഭുതം തീർക്കും രക്തം വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ നിൻ തിരുരക്തത്താലെന്നെ കഴുകണേ സ്നേഹനാഥ നിൻ തിരുരക്തത്താലെന്നെ കഴുകണേ സ്നേഹനാഥ അങ്ങേക്കാരാധന ആയിരം ആരാധന അങ്ങേക്കാരാധന ആത്മാവിലാരാധന. സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. വളരെ പ്രത്യേകിച്ച് നിക്ഷിപ്തമായി പൗരോഹിത്യ അധികാരത്തിലും അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാൾമാർ, എല്ലാ ബിഷപ്പന്മാർ, വൈദികർ, സന്യാസികൾ, അൽമായർ എല്ലാവരോടും ചേർന്ന് ഒരു ആശീർവാദം എന്ന് പറഞ്ഞാൽ ഇത് ഈശോ നൽകുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമുക്ക് നൽകപ്പെടുന്നത് നമ്മളെ സംരക്ഷിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. അതിന് ഒന്ന് ചേർന്ന് സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകാം. മരിയൻ കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഭാത വിരുന്നിലൂടെ നമുക്ക് ഗുഡ്നസ് TV-യിലൂടെ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥന ഐക്യപ്പെടാം. ജപമാല വഴി നമുക്ക് എല്ലാവർക്കും ശക്തിപ്പെടാം. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു.